ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു നാരങ്ങച്ചാറാണ്. അപ്പം നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു നാരങ്ങച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് കടുക് പൊട്ടിക്കുക. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നല്ലെണ്ണയാണെങ്കിലും കുറച്ചുകൂടെ ബെറ്ററാണ് അച്ചാറുകൾക്ക്. അപ്പം കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, നമ്മളിവിടെ കാന്താരിമുളകാണ്, കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക്, കറിവേപ്പില, ഇത്രയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ കുറച്ചൊരു ചെറിയ കട്ട കായം കൂടി ഇടുന്നുണ്ട്. കട്ടയാണ് ഇടുന്നത് കായത്തിൻ്റെ. അപ്പോൾ അതുകൂടി ഇട്ട് നല്ല രീതിയിൽ മൂത്ത് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇടുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് എന്താണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടിയും കൂടി ഇടുക. നമ്മളിവിടെ ഒരു 2-3 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത്ര ഇടുന്നത്. അപ്പോൾ അത് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മുളക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ലേശം വെള്ളം കുറച്ച് നമ്മൾ ഒഴിക്കുന്നുള്ളൂ. കുറച്ച് വെള്ളവും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നാരങ്ങയേക്കാൾ കൂടുതലൊരു കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാനൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നുണ്ട്. അത് ഈന്തപ്പഴമാണ്. അപ്പോൾ നമ്മൾ ഈന്തപ്പഴം കൂടെ 4ആയിട്ട് മുറിച്ച് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നാരങ്ങ 4ആയിട്ട് മുറിച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ മാറ്റി കളഞ്ഞെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ഇടുക. കാരണം ആ പുളിയൊക്കെ ഒരുപാട് പുളിയുള്ള നാരങ്ങയാണെങ്കിൽ അത് കുറയാൻ. ഇതുകൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് അടച്ച് കുറച്ച് നേരം വെക്കുക. അടിപൊളി നാരങ്ങാച്ചാർ റെഡി ആവുമ്പോഴത്തേക്ക് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്യണേ, മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.